ഹലോ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ലിച്ചാർട്സിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ വാട്ട്സ് എക്സ്പെക്റ്റഡ് ഓഫ് us എ ടഫ് ചോയ്സ് എന്നുള്ള ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ടെഡ് ചിയാങ്ങിൻ്റെ ഒരു സ്റ്റോറിയാണ്. അപ്പോൾ നമ്മൾ ടെഡ് ചിയാങ്ങിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഓഥറാണ്, അതേപോലെ തന്നെ സ്പെക്കുലേറ്റീവ് ഫിക്ഷൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു ഡെബ്യൂട്ടായിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത് ടവർ ഓഫ് ബാബിലോൺ എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മൾ അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ മെയിൻ തീം എന്ന് പറയുന്നത് ടൈം, സ്പേസ്, ഫ്രീ വിൽ, ടെക്നോളജി, അതേപോലെ തന്നെ ഹ്യൂമൻ മെഷീൻ ഇൻട്രാക്ഷൻ, അങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും എഴുതാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ പഠിക്കാനുള്ളത് വാട്ട്സ് എക്സ്പെക്റ്റഡ് ഓഫ് അസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ 2005 എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്മാർക്ക് ഒരു മെഷീനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഒരു സ്വഭാവത്തിനെ കുറിച്ചാണ് ഇതിനകത്ത് മെയിനായിട്ടും സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ആ ഒരു അലാമിംഗ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുഷ്യനും മെഷീൻസും തമ്മിലുള്ളൊരു വ്യത്യാസം കുറഞ്ഞ് ഒരു മനുഷ്യൻ ഒരു മെഷീനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ത്വരിതഗതിയെ കുറിച്ച് നമുക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ആദ്യം അറിഞ്ഞു വെക്കുക. അതേപോലെ തന്നെ ഇതൊരു വാർണിംഗ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഓൾറെഡി അദ്ദേഹം ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രസൻറ്റിലുള്ള നമുക്കൊരു വാർണിംഗ് തരുന്ന പോലെ, വാർണിംഗ് ഫ്രം ദ ഫ്യൂച്ചർ എന്നുള്ളൊരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഈ ഒരു കഥ എഴുതിയിട്ടുള്ളത് എന്ന് ബേസിക്കായിട്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രഡിക്റ്റർ എന്ന് പറയുന്ന ഒരു ഗാഡ്ജറ്റിനെ ഇതിനകത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരും. നമ്മൾ മൊബൈലൊക്കെ പോലത്തെ ഒരു ഉപകരണമാണ് പ്രഡിക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്മാർട്ട് ഫോണൊക്കെ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന മീൻസ് സ്മാർട്ട് ഫോണൊക്കെ പോലത്തെ ഒരു ഗാഡ്ജറ്റാണ്. അപ്പോൾ ഈ ഒരു ഗാഡ്ജറ്റ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് പലതരത്തിലുള്ള ടെക്നോളജിയുടെ വരവോട് കൂടിയിട്ട് മനുഷ്യന് വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണ്, മനുഷ്യനെ എത്രത്തോളം ടെക്നോളജി കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നതൊക്കെ വളരെ രസകരമായിട്ട് അതേപോലെ തന്നെ ഒരു കുറച്ച് കൺഫ്യൂസിങ് ആയ രീതിയിലാണ് അദ്ദേഹം ഇതിനകത്ത് അത് അവതരിപ്പിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് റിലേഷൻഷിപ്പ് ഇൻ ഹ്യൂമൻ ലൈഫ് ഇതിനകത്തൊരു പ്രധാന വിഷയമായിട്ട് വരുന്നുണ്ട്. ഡയറക്ട്ലി അല്ലെങ്കിലും ഇൻഡയറക്ട്ലി. അതായത് നമുക്കൊരു ഫസ്റ്റ് നമ്മളൊരു ഹ്യൂമൻ റിലേഷൻഷിപ്പ്, നമുക്ക് മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മളതിൽ ഭയങ്കര താല്പര്യമായിരിക്കും, ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, നമുക്ക് ഭയങ്കര പ്രൗഡായിരിക്കും ഒരു കാര്യത്തിൽ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും മുന്നിൽ വിളിച്ച് കാണിച്ചു കൊടുക്കും, ഫോട്ടോസ് എടുക്കുന്നു, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു, എല്ലാവർക്കും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നത് എൻ്റെ പുതിയ ഫ്രണ്ടാണെന്നോ എൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് ആണെന്നോ ബോയ് ഫ്രണ്ട് ആണെന്നോ എന്താണോ ആ റിലേഷൻ അതനുസരിച്ചിട്ട് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നു, ആളുകൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു, അങ്ങനെ വരുന്നു. പിന്നീട് അതൊരു ഫസ്റ്റ് സ്റ്റേജാണ് ആ റിലേഷൻ്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യൂരിയോസിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു അട്രാക്ഷൻ ഫെയ്ഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിയാലിറ്റിയിലോട്ട് നമ്മൾ സിങ്ക് ആവാനായിട്ട് തുടങ്ങും, അല്ലെങ്കിൽ ആ റിയാലിറ്റിയിലോട്ട് നമ്മൾ മുങ്ങിപ്പോകാൻ തുടങ്ങുന്ന സമയത്ത് പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ ഒരു റോബോട്ടിക് എക്സിസ്റ്റൻസ് ആണ്. വേണോ വേണ്ടേ എന്നുള്ള രീതിക്ക് അങ്ങോട്ട് ജീവിച്ച് പോകണം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ഒത്തുപോകുന്നു എന്നുള്ള രീതിയിലേക്ക് മാറുന്ന ആ ഒരു അവസ്ഥ, ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് തന്നെയാണ് ഇവിടെ നമ്മൾ ഈ പറയുന്ന പ്രഡിക്റ്റർ എന്ന് പറയുന്ന ഗാഡ്ജറ്റിൽ കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒത്തിരി ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവുമായിരിക്കും ചിലപ്പോൾ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ഗാഡ്ജറ്റ് എന്താണ്, അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവാണ്. പക്ഷേ ടെക്സ്റ്റിൻ്റെ സെയിം ലൈൻ അങ്ങനെ വായിക്കാം എന്ന് തന്നെയാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, ലൈൻ ബൈ ലൈൻ നോക്കാം എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് ചിലപ്പോൾ ടെക്സ്റ്റ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ഇതോടുകൂടി മാറ്റും അടിപൊളിയായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം പ്രഡിക്റ്റർ എന്ന് പറയുന്ന ഡിവൈസിനെ കുറിച്ച് പഠിക്കാം. സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് പഠിച്ച് വയ്ക്കുക. പ്രഡിക്റ്റർ എന്ന് പറയുന്ന നമുക്ക് ഈ പഠിക്കാനുള്ള ഡിവൈസ്, നമ്മുടെ ടെക്സ്റ്റിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രഡിക്റ്റർ ഡിവൈസ് എന്ന് ആദ്യം നോക്കാം. ദ സ്റ്റോറി ഇൻട്രൊഡ്യൂസസ് എ ടൈനി ഗാഡ്ജറ്റ് ദാറ്റ് ലുക്സ് ലൈക്ക് എ കാർ റിമോട്ട്. ഒരു കാർ റിമോട്ട് പോലത്തെ ഒരു ചെറിയ ഒരു ഗാഡ്ജറ്റ് നമുക്ക് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ ഈ കഥയിൽ. വൺ ബട്ടൺ ആൻഡ് എ ബിഗ് ഗ്രീൻ LED. അതിനകത്ത് ഒരു ബട്ടനും ഉണ്ട്, ഒരു വലിയൊരു LED ലൈറ്റ് ഉണ്ട്, അതിനകത്തൊരു പച്ച കളർ ലൈറ്റാണ് കത്തുക. When you press the button, the light flashes exactly 1 second before your finger actually hits the button. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു ബട്ടൺ, അതിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ ബട്ടനും ഉണ്ട്, ഒരു ലൈറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ആ ബട്ടൺ പ്രസ് ചെയ്യുന്നതിൻ്റെ 1 സെക്കൻഡ് മുന്നേ എന്ത് ചെയ്യുന്ന പറയണം, ആ ഒരു LED ലൈറ്റ് കത്തുന്ന പറയണം. 1 സെക്കൻഡ് മുന്നേ നമ്മൾ ആ ബട്ടൺ എപ്പോഴാണോ പ്രസ് ചെയ്യുന്നത് അതിൻ്റെ കറക്റ്റ് 1 സെക്കൻഡ് മുന്നേ ആയിട്ട് അതിൻ്റെ LED ലൈറ്റ് കത്തും. ദ ഡിവൈസ് കണ്ടെയ്ൻസ് എ ടൈനി സർക്യൂട്ട് ദാറ്റ് ക്യാൻ സെൻഡ് എ സിഗ്നൽ എ ലിറ്റിൽ ബിറ്റ് ബാക്ക് ഇൻ ടൈം. സോ ദ ഫ്ലാഷ് ഇസ് ഓൾവേസ് ദ കോസ് ആൻഡ് ദി പ്രസ് ഇസ് ഓൾവേസ് എ എഫക്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് ആ ഫ്ലാഷ് എന്ന് പറയുന്നത് അവിടെ
ഒരു കോസായിട്ടും അതേപോലെ തന്നെ പ്രസ് എന്ന് പറയുന്നത് അതിൻ്റെ എഫക്റ്റ് ആയിട്ടാണ് മാറുന്നത്. പൊതുവെ നേരെ തിരിച്ചല്ല വേണ്ടത്. ഒരു സ്വിച്ച് അമർത്തുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഒരു ലൈറ്റ് കത്താറില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് വരുന്നത്. അവിടെ പ്രസ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്ത്, എഫക്റ്റ് ആയിട്ട് വരുന്നത്. മറിച്ച് അവിടെ കത്തുന്ന ഫ്ലാഷ് ആണ് എന്ത്, കോസ്. കാരണം അവിടെ ആദ്യം വരുന്നത് എന്താ, ഫ്ലാഷ് ആണ്. അപ്പോൾ കോസ് വന്നിട്ടാണല്ലോ എഫക്റ്റ് വരിക. അപ്പോൾ ഫ്ലാഷ് വന്നതിന് ശേഷം, ഫ്ലാഷ് എന്ന കോസ് വന്നതിന് ശേഷമാണ് എഫക്റ്റ് ആയിട്ടുള്ള പ്രസ് അവിടെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു ഡിവൈസാണ് നമുക്കിപ്പോൾ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്, പ്രെഡിക്റ്റർ എന്ന് പറയുന്ന ഡിവൈസ്. ബിക്കോസ് ദ ഫ്ലാഷ് ഓൾവേസ് കംസ് ഫസ്റ്റ്, ദ ഡിവൈസ് സീംസ് ടു പ്രൂവ് ദാറ്റ് ദ ഫ്യൂച്ചർ ഇസ് ഓൾറെഡി സെറ്റ്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഫംഗ്ഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മളൊരു ബട്ടൺ പ്രസ് ചെയ്യുന്നു, പക്ഷേ ആ പ്രസ് ചെയ്തതിന് ശേഷമല്ല, തൊട്ട് മുന്നത്തെ സെക്കൻഡിലാണ് ആ ഒരു ഫ്ലാഷ് അവിടെ കത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഓൾറെഡി സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് ഓൾറെഡി എല്ലാം പ്രീ ആയിട്ട് എന്താ പറയുക, സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ എന്ത് പ്ലാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെക്കുറിച്ചൊന്നും ഇതിന് യാതൊരു റിലേഷനും ഇല്ല. ഈ ഓൾറെഡി ഈ ഫ്യൂച്ചർ എന്ന് പറയുന്ന വസ്തു ഓൾറെഡി സെറ്റ് ആയിട്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ യു കാനോട്ട് ചൂസ് ടു പ്രസ് ദ ബട്ടൺ വിത്തൗട്ട് ദ ലൈറ്റ് ഓൾറെഡി ഹാവിങ് വോണ്ട് യു. അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് തന്നെ ആ ഒരു ബട്ടൺ നിങ്ങൾക്ക് തോന്നുമ്പോൾ പോയിട്ട് പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു ഫ്ലാഷ് കത്തുന്നതിന് മുന്നേ പോയിട്ട് പ്രസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എപ്പോൾ മാത്രമേ പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഫ്ലാഷ് കത്തി ഒരു സെക്കൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേയാണ് നമുക്ക് ആ ഒരു ബട്ടൺ പോയിട്ട് പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്ര ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലാഷ് പോലെയെന്നാണ് പറയണം. അത് ഓൾറെഡി നടക്കേണ്ട സമയത്ത് നടക്കും. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് പോയിട്ട് പ്രസ് ചെയ്യാൻ മാത്രമേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമ്മുടെ പ്രസ്സിങ്ങിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലാഷ് എന്ന് പറയുന്ന ആ ഒരു ഫ്യൂച്ചർ അവിടെ മാറ്റാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കില്ല. അപ്പോൾ ഇതൊന്നും നമ്മുടെ കയ്യിലല്ല എന്നാണ് ഇതുകൊണ്ട് പറഞ്ഞു വരുന്നത് കേട്ടോ. ദിസ് സിമ്പിൾ എവറിഡേ ലുക്കിംഗ് ഒബ്ജെക്ട് ബിക്കംസ് എ കോൺക്രീറ്റ് ഡെമോൺസ്ട്രേഷൻ ഓഫ് ദി ഫിലോസഫിക്കൽ ഐഡിയ ദാറ്റ് ഫ്രീ വിൽ മൈറ്റ് ബി ആൻ ഇല്യൂഷൻ. അപ്പോൾ ഇതുകൊണ്ട് ഇത്രേ പറയുന്നുള്ളൂ. ഫ്രീ വിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേം ഓർത്ത് വയ്ക്കുക. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാനും പ്രവർത്തിക്കാനും തിങ്ക് ചെയ്യാനും ഒക്കെയുള്ള ഒരു സ്വാതന്ത്ര്യത്തിനാണ് ഫ്രീ വിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത്രേ പറയുന്നുള്ളൂ. അതായത് ഫ്രീ വില്ല് എന്ന് പറയുന്ന ഒരു ഇല്യൂഷനാണ്, അതൊരു തോന്നലാണ്. ശരിക്കും പറയുന്ന സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ ഈ ഫ്രീ വിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാനും ഫ്യൂച്ചറിൽ അത് പ്രാവർത്തികമാക്കാനും ഉള്ള ഒരു സംഭവം എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. എല്ലാം ഓൾറെഡി തീരുമാനിച്ചിരിക്കുന്ന കാര്യമാണ്. എന്തുപോലെ, ഈ ഒരു ഗാഡ്ജറ്റ് പോലെ തന്നെ നമ്മൾ ആ ഒരു സ്വിച്ച് അതിനകത്ത് പ്രസ് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആ ഒരു പ്രസ് ചെയ്യുന്നതിന് മുന്നേ എന്ത് കത്തിയിട്ടുണ്ടാവും, ആ ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ടാവും. ആ ഒരു ലൈറ്റ് കത്തുക എന്നതിനെ ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല എന്നാണ് ഇതിനകത്ത് പറയണം. അപ്പോൾ ആ ഒരു ഡിവൈസ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി വാട്ട് ദ ഡിവൈസ് ഷോസ്, എന്താണ് ആ ഡിവൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഓൾറെഡി സിമ്പിളായിട്ട് ഒരു മിനിറ്റ് ലൈൻ പറഞ്ഞു അതിനൊന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. ഈ ഡിവൈസ് കൊണ്ട് എന്താണ് ഇനി ഉദ്ദേശിക്കുന്നത് എന്നാണ് നോക്കണം. ബൈ മേക്കിംഗ് ദ കോസ് എന്തായിരുന്നു, ഫ്ലാഷ് ആണ് അല്ലേ. ബൈ മേക്കിംഗ് ദ കോസ് ഹാപ്പൻ ബിഫോർ ദ എഫക്റ്റ് എന്താണ്, ദ പ്രസ്സുമാണ്. ദ പ്രെഡിക്റ്റർ ടേൺസ് ആൻ അബ്സ്ട്രാക്ട് ആർഗ്യുമെന്റ് അബൌട്ട് ഡിറ്റർമിനിസം ഇൻ ടു സംതിങ് യു ക്യാൻ സീ ആൻഡ് ഫീൽ. അപ്പോൾ ഡിറ്റർമിനിസത്തിലേക്കാണ് പോകുന്നത്. എല്ലാം ഓൾറെഡി പ്രീ ഡിറ്റർമിൻഡ് ആണ്, എല്ലാം ഓൾറെഡി ഡിസൈഡ് ചെയ്ത് ഇരിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഫ്യൂച്ചർ. ഇഫ് ദ ലൈറ്റ് ഓൾവേസ് നോസ് വാട്ട് യു വിൽ ഡു എ സെക്കൻഡ് അഹെഡ്, then your action was already decided the moment the flash appeared. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം, ആ ഒരു ലൈറ്റിന് ഓൾറെഡി അറിയാം നമ്മൾ എപ്പോൾ ഇത് പ്രസ് ചെയ്യുന്നില്ലേ. അപ്പോൾ അതുകൊണ്ടല്ലേ ആ ഒരു പ്രസ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ വന്നിട്ട് ആ ലൈറ്റിന് കത്താൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ഈ ലൈറ്റിന് കറക്റ്റായിട്ട് അറിയാം നമ്മുടെ പ്രവൃത്തികൾ എന്താണ്, നമ്മൾ ഏത് മൊമെൻറ്റിൽ വന്നത് പ്രസ് ചെയ്യും എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും അതിന് മുന്നേ വന്നിട്ട് ലൈറ്റിന് കത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും, യുവർ ആക്ഷൻ വാസ് ഓൾറെഡി ഡിസൈഡഡ് ദ മൊമെൻറ്റ് ദ ഫ്ലാഷ് അപ്പിയർഡ്. നമ്മുടെ ആ ഒരു ഫ്ലാഷ് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ആ ഒരു ഗാഡ്ജറ്റിന് എന്തറിയാം, നമ്മളിത് പ്രസ് ചെയ്യാൻ പോവുകയാണെന്ന്. ഓൾറെഡി നമ്മൾ പ്രസ് ചെയ്തിട്ടില്ല, അതിന് മുന്നേ തന്നെ എന്ത് മനസ്സിലാവുന്നുണ്ടോ, ഇത് ഇങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് അതിനറിയാം. The story uses this to illustrate that every decision you think you are making is actually part of a chain of events that was set in motion long before you were aware of it. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു ഡിസിഷൻ ഞാൻ എടുക്കാൻ പോവുകയാണ്, ഇങ്ങനെ സംഭവം ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അതൊക്കെ എന്താണ്, ആക്ച്വലി ഇതൊരു ചെയിൻ പോലെയാണെന്നാണ് പറയുന്നത്. ഇത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ചെയിനാണ്. അത് നടക്കേണ്ട സമയത്ത് കറങ്ങി തിരിഞ്ഞ് ആ ചെയിനിൻ്റെ ഭാഗം അവിടേക്ക് എത്തും, അത് നമ്മൾ അറിയുന്നു പോലും ഇല്ല എന്നാണ് പറയണം. അല്ലാതെ ഇത് ഓൾറെഡി നമ്മൾ തീരുമാനിച്ച് വെച്ച കാര്യമല്ല, ഓൾറെഡി എല്ലാം ഡിസൈഡഡ് ആയിട്ട് നമ്മുടെ മുന്നോട്ട് തനിയെ വരുന്ന കാര്യമാണ്, അല്ലാണ്ട് നമ്മളായിട്ട് ചെയ്തു വെക്കുന്ന ഒരു കാര്യമല്ല എന്നാണ് പറയണം.
In other words, the predictor does not create the lack of free will. It simply reveals it in a way that is impossible to ignore. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഈ പ്രഡിക്റ്റർ എന്ന് പറയുന്നത് ഒരിക്കലും ആ ഒരു ഫ്രീ വില്ലിൻ്റെ ലാക്കിനെ ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. പക്ഷേ എന്താ, നമുക്കിതൊന്നും ഇഗ്നോർ ചെയ്യാനായിട്ട് സാധിക്കില്ല. വരാനുള്ള കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് സംഭവിക്കുകയും ചെയ്യും. അത് നമുക്ക് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ മുൻകൂട്ടി മാറ്റാനോ ഒന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്നതാണ് ആ ഒരു ലൈറ്റും ആ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന പ്രോസസ്സും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഹ്യൂമൻ റിയാക്ഷനെ കുറിച്ചാണ് കേട്ടോ. അപ്പോൾ എന്താണ് ഹ്യൂമൻ റിയാക്ഷൻ ഇതിനകത്ത് വരുന്നത്? അറ്റ് ഫസ്റ്റ് മോസ്റ്റ് പീപ്പിൾ ട്രീറ്റ് അതായത് ഈ ഒരു ഗാഡ്ജറ്റിനോട് എങ്ങനെയാണ് മനുഷ്യർ പ്രതികരിക്കുന്നത് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അറ്റ് ഫസ്റ്റ് മോസ്റ്റ് പീപ്പിൾ ട്രീറ്റ് ദ പ്രഡിക്റ്റർ ലൈക്ക് എ ഫൺ ഗെയിം. ആദ്യമൊക്കെ ആളുകൾ ഒരു ഫൺ ഗെയിമായിട്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞ ഹ്യൂമൻ റിലേഷൻഷിപ്പ് വെച്ച് നമുക്കിത് കമ്പയർ ചെയ്യാൻ, ഒരു റിലേഷൻഷിപ്പിനെ പോലെ തന്നെ നമ്മൾ ആദ്യം ഇതിനൊരു കോമഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു രസത്തിന് അല്ലെങ്കിൽ ടൈം പാസിന് അല്ലെങ്കിൽ ഫൺ ഗെയിമായിട്ട് കൺസിഡർ ചെയ്യുന്നു. പ്രസിംഗ് ദ ബട്ടൺ ഓവർ ആൻഡ് ഓവർ ജസ്റ്റ് ടു സീ ദ ഫ്ലാഷ്. വീണ്ടും വീണ്ടും ആ ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് അതിൻ്റെ ഫ്ലാഷ് അതിൻ്റെ ആ ഒരു വെളിച്ചം, ആ ഒരു ഫ്ലാഷ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തമാശക്ക് അതിങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ഓഫ് ട്രൈയിങ് എവറി ട്രിക്ക് ദേ ക്യാൻ തിങ്ക് ഓഫ് pressing faster, waiting longer, even trying not to press at all, they realize the device never loses. അപ്പോൾ എപ്പോഴൊക്കെ നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് തിരിച്ചറിയുകയാണ്, ഞാൻ പ്രസ് ചെയ്യുന്നത് അനുസരിച്ചിട്ടല്ല ആ ഒരു ലൈറ്റ് കത്തുന്നത്, ഞാൻ പ്രസ് ചെയ്യുന്നതിനും മുന്നേ ആ ലൈറ്റ് കത്തുന്നുണ്ട്. അതായത് ഞാൻ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് മുന്നേ എന്താണ് അതിൻ്റെ റിസൾട്ട് എന്നുള്ളത് ഫ്യൂച്ചർ ഡിസൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നൊരു സത്യം റിയലൈസ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അത് തെളിയിക്കാൻ വേണ്ടി, അത് അങ്ങനെയല്ല, ഞാൻ ഈ ഗാഡ്ജറ്റിനെ തോൽപ്പിക്കും, അതായത് എൻ്റെ ആ ഒരു പ്രസ്സിന് മുന്നേ തന്നെ ഈ ലൈറ്റ് കത്തുന്നല്ലേ പറയുന്നത്, ഞാൻ സമ്മതിക്കില്ല, അതിൻ്റെ മുന്നേ ഈ ലൈറ്റ് കത്തുന്നതിന് മുന്നേ ഞാൻ പ്രസ് ചെയ്യും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വിഫലമായ ശ്രമങ്ങൾ നടത്തുന്ന പറയണം. അതായത് പെട്ടെന്ന് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, കുറേ നേരം വെയിറ്റ് ചെയ്ത് പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു, കുറേ സമയം പ്രസ് ചെയ്യാതെ ഇരിക്കുന്നു. അങ്ങനെ ആ ഒരു ലൈറ്റിനെ എൻ്റെ പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഞാൻ ആ സ്വിച്ച് പ്രസ് ചെയ്തതിന് ശേഷം ലൈറ്റ് വന്നാൽ മതി എന്ന് വിചാരിച്ച് അതിന് നേരെ തിരിച്ചാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് തവണ നമ്മൾ ശ്രമിച്ചു നോക്കും. പക്ഷെ അവിടെയൊക്കെയും തോറ്റു പോകുന്ന ആരാണ്? ആ ഒരു വ്യക്തി തന്നെയായിരിക്കുന്നവരാണ്. ഡിവൈസ് ഒരിക്കലും തോൽക്കുന്നില്ല. ഡിവൈസിൽ എപ്പോഴും നമ്മുടെ പ്രസ് ചെയ്തതിന് തൊട്ട് മുന്നേ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ലൈറ്റ് കത്തുന്നുണ്ട്. ദ റിയലൈസേഷൻ ദാറ്റ് ദെയർ ആക്ഷൻസ് ആർ പ്രീ ഡിറ്റർമിൻഡ് ഇറ്റ്സ് ഹാർഡ്. അപ്പം നമുക്ക് എന്ത് മനസ്സിലാവും, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും മുൻകൂട്ടി തീരുമാനിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ എപ്പോൾ പ്രസ് ചെയ്യുമെന്നുള്ളത് ഓൾറെഡി അറിയാവുന്നതുകൊണ്ടാണല്ലോ ഒരു സെക്കൻഡ് മുന്നേ ലൈറ്റ് കത്തുന്നത്. അപ്പോൾ ആ ഒരു തിരിച്ചറിവ് നമുക്ക് ഭയങ്കര ഹാർഡായിട്ട് ഫീൽ ചെയ്യും. ആൻഡ് മെനി ബിക്കം ഡീപ്ലി ഡിപ്രസ്ഡ്. അതിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിപ്പോവും. എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചതായിരുന്നു, എനിക്കിതിലൊന്നും ഒരു റോൾ ഉണ്ടായിരുന്നില്ല എന്നൊരു തിരിച്ചറിവിൽ നമുക്ക് ഭയങ്കര ഡിപ്രഷനാവും. സം സ്റ്റോപ്പ് മേക്കിംഗ് ഇനി ചോയ്സസ് അറ്റോൾ. അപ്പോൾ അവിടെ ചിലരെന്ത് തീരുമാനിക്കും, ഇനി ഞാനിപ്പോൾ എന്തിനാ ചോയ്സസ് എടുക്കുന്നത്, ഞാൻ ചോയ്സ് എടുത്താലും എടുത്തില്ലെങ്കിലും സംഭവിക്കേണ്ടത് അതുപോലെയാണ് സംഭവിക്കുന്നത്, അപ്പോൾ ഞാനിനി ചോയ്സുകളെ എടുക്കുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ചിലരെത്തും. ഡോക്ടേഴ്സ് കോൾ ദിസ് കണ്ടീഷൻ അക്കനറ്റിക് മ്യൂട്ടിസം. അപ്പോൾ ഇതിനെ ഡോക്ടേഴ്സ് വിളിക്കുന്ന പേരാണ് അക്കനറ്റിക് മ്യൂട്ടിസം എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ആ ടേം ഓർത്ത് വെക്കണം കേട്ടോ. എ കൈൻഡ് ഓഫ് വേക്കിംഗ് കോമ the body can move but the mind has no motivation. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഉണർന്നിരിക്കുന്ന കോമ സിറ്റുവേഷൻ ആണ്. അതായത് നമ്മുടെ ബോഡി എന്താണ്, അവേക്കാണ്, നമുക്ക് ബോധവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് മൂവ് ചെയ്യാനും സാധിക്കും, പക്ഷെ നമുക്കതിലൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും ഇല്ലാതെ, നമുക്കൊരു താല്പര്യവും ഇല്ലാതെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതിലൊട്ടും മോട്ടിവേഷൻ ഇല്ല, യാതൊരു ഇൻസ്പിറേഷനും ഇല്ല, യാതൊരു ജീവനും ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തികൾ. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആ ഒരു മടുപ്പ് ബാധിച്ച് ഡിപ്രസ്ഡ് ആയി കഴിഞ്ഞാലത്തെ ഒരു അവസ്ഥയാട്ടോ പറയണം. About a third of the people who play with the predictor end up in the hospital because they stop eating, talking or caring for themselves. അതേപോലെ വേറെ ചില ആളുകൾ എന്ത് ചെയ്യും, അവർ മിക്കവാറും എന്ത് ചെയ്യും, ആ ഒരു പ്രഡിക്റ്ററുമായിട്ട് മല്ലിട്ട് അവസാനം പരാജയപ്പെട്ടു എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആവുന്ന അവസ്ഥയിലേക്ക് എത്തും. കാരണം അവർ ഇതിനായിട്ടുള്ള എന്താ പറയുക, ആ ഒരു പ്രഡിക്റ്ററിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശ്രമത്തിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിക്കാതെയും വെള്ളം കുടിക്കാതെയും ഉറങ്ങാതെയും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യണം, അവർ അസുഖം ബാധിച്ചിട്ട് അവർ ചിലപ്പോൾ ഹോസ്പിറ്റലിലാവാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ദ വാർണിംഗ് ഫ്രം ദ ഫ്യൂച്ചറിൽ നിന്നും അദ്ദേഹം എന്താണ് നമുക്ക് വാർണിംഗ് ആയിട്ട് തരാനായിട്ട് പോകുന്നത് എന്നാണ് പറയുന്നത്. The narrator of the story is sending the message from a year in the future using a larger version of the same time delay technology. അപ്പോൾ ഇതേ ടൈം ഡിലേ ടെക്നോളജി എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഒരു ആക്ഷൻ ചെയ്യുന്നു, അതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ കോസ് വരിക. നമ്മളൊരു കാര്യം അവർ പ്രസ് ചെയ്യുന്നു, അതിൻ്റെ തൊട്ട് മുന്നത്തെ സെക്കൻഡിൽ തന്നെ ഈ പറയുന്ന അതിൻ്റെ എന്താ പറയുക റിസൾട്ടായിട്ട് വരേണ്ടുന്ന കാര്യം കോസ് ആയിട്ട് തന്നെ അവിടെ ലൈറ്റായിട്ട് അവിടെ വരിക അല്ലേ. അപ്പോൾ ആ സെയിം സാധനത്തിനെയാണ് നമ്മൾ ഈ ഡിലേ ടെക്നോളജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതേ ഡിലേ ടെക്നോളജി യൂസ്
ചെയ്തുകൊണ്ട് നമ്മുടെ സ്പീക്കർ എന്ത് ചെയ്യണം, നമ്മുടെ ഓഥർ ഒരു വർഷം ഫ്യൂച്ചറിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കണം എന്നാണ് പറയുന്നത്. നരേറ്റർ ഓഫ് ദ സ്റ്റോറി സെൻഡിങ് ദ മെസ്സേജ്, നമ്മളോട് ഇപ്പോൾ ഈ മെസ്സേജ് നമ്മുടെ നരേറ്റർ പറയുന്നത് എവിടെ നിന്ന്, ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട്, ഒരു വർഷം അപ്പുറത്ത് നിന്നുകൊണ്ടാണ്. യൂസിങ് എ ലാർജർ വേർഷൻ ഓഫ് ദി സെയിം ടൈം ഡിലേ ടെക്നോളജി, ഹി എക്സ്പ്ലെയിൻസ് ദാറ്റ് ദ ഓൺലി വേ ഹ്യൂമാനിറ്റി ക്യാൻ കീപ് ഫങ്ഷനിങ് ഈസ് ടു പ്രിറ്റൻഡ് ദാറ്റ് വി ഹാവ് ഫ്രീ വിൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ ശരിയാണ്, നമ്മൾ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഓൾറെഡി തീരുമാനിച്ചിട്ടുള്ളതാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിലൊന്നും നമ്മൾ തളരരുത്. ആ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യരുത്, അതിലൊന്നും തളർന്നു പോകരുത്. മറിച്ച് നമ്മൾ എന്ത് വിചാരിക്കണം, നമ്മൾ സ്വയം അങ്ങോട്ട് ധരിക്കണം, നമുക്ക് ഫ്രീ വില്ലൊക്കെ ഉണ്ട്, നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ചിട്ട് തന്നെയാണ് ഫ്യൂച്ചറിൽ കാര്യങ്ങൾ വരുന്നതെന്ന് നമ്മൾ പ്രിട്ടൻഡ് ചെയ്യുക, അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം അങ്ങനെ അല്ല എന്ന് നമുക്കറിയാം, എല്ലാം മുൻകൂട്ടി തീരുമാനിച്ചിരിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും നമ്മൾ സ്വയം പ്രിട്ടൻഡ് ചെയ്യുക, അഭിനയിക്കുക, നമ്മളെ തന്നെ സമാധാനിപ്പിക്കുക. ഈവൻ ദോ വി നൗ നോ ദ ട്രൂത്ത്, നമുക്ക് ഓരോ ട്രൂത്ത് അറിയാം, എന്നാലും നമ്മൾ സ്വയം നമ്മളെ തന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി പ്രിട്ടൻഡ് ചെയ്യുക. ഹി ആർഗ്യൂസ് ദാറ്റ് ബിലീവിംഗ് ദ ലൈ, ആക്ടിങ് ആസ് ഇഫ് അവർ ഡിസിഷൻസ് മാറ്റർ is what keeps society moving, because without that belief people fall into the same paralysis that the predictor causes. അപ്പോൾ അത്തരത്തിലൊരു ചിന്ത, അതായത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ ഈ ഒരു സൊസൈറ്റി മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗം ഞാൻ തന്നെയാണ്, എൻ്റെ ഡിസിഷൻ തന്നെയാണ് എൻ്റെ ലൈഫിൽ വരുന്നത്, അല്ലാതെ ഇതൊന്നും മുൻകൂട്ടി തീരുമാനിച്ചതല്ല എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേയാണ് സമൂഹത്തിന് മുന്നോട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് എന്ത് ചെയ്യാൻ ഏതവസ്ഥയിലേക്ക് നമ്മളെത്തും, ഇപ്പോൾ ഈ പ്രഡിക്റ്റർ ഉണ്ടാക്കിയ പോലെ തന്നെ ആ ഒരു പാരാലിസിസ് ആയ ഒരു അവസ്ഥയിലേക്ക്, ആ നിരാശ ബാധിച്ച് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ വരാനുള്ള സാധ്യതയുണ്ട്. നരേറ്റർ ഈവൻ admits that he had no choice but to send the warning, because everything, including his decision to warn us, was already predetermined. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ എന്തിനാ ഇതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, കാരണം ഞാനിപ്പോൾ ഇത് പറയണം എന്നുള്ളതും എന്ത് തന്നെയാണ്, പ്രീ ഡിറ്റർമിൻഡ് ആണ്, മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ്, നമ്മുടെ പ്രവൃത്തിയുടെ തൊട്ട് മുന്നേ ഓൾറെഡി ആ കാര്യം ഡിസൈഡഡ് ആണ്, അത് ഓൾറെഡി നടക്കുമെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ കാര്യം നിങ്ങളെ വാൺ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെന്താ പറയണേ, വൈ ദ സ്റ്റോറി മാറ്റേഴ്സ്, എന്താണ് ഈ സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ടുള്ള ഒരു പ്രാധാന്യം. What's expected of us uses a simple sci-fi gadget to explore a deep philosophical question. അപ്പോൾ ഇതിനകത്തൊരു സയൻറ്റിഫിക് ഫിക്ഷൻ ഗാഡ്ജറ്റ് ആണല്ലോ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊരു ഫിലോസഫിക്കൽ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. ഇഫ് ദ ഫ്യൂച്ചർ ഇസ് ഫിക്സഡ്, ഡസ് ഇറ്റ് മാറ്റർ ഹൗ വി ലിവ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലേ. അപ്പോൾ ഇപ്പോൾ ഇത്രയും പറഞ്ഞ എന്തായിരുന്നു, ഫ്യൂച്ചർ ഓൾറെഡി ഫിക്സഡ് ആണ്, നമ്മൾ എന്ത് ചെയ്താലും അതിനനുസരിച്ച് ഫ്യൂച്ചർ സംഭവിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ജീവിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, ജീവിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലേ? ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നാലേ ഭാവിയിലേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ലല്ലോ. ദ സ്റ്റോറി സജസ്റ്റ് ദാറ്റ് ദ ആൻസർ ഇസ് യെസ്, ബിക്കോസ് ദ ഇല്യൂഷൻ ഓഫ് ചോയ്സ് ഇസ് വാട്ട് ഗീവ്സ് ലൈഫ് മീനിങ് ആൻഡ് കീപ്സ് us ഫ്രം സ്ലിപ്പിംഗ് ഇൻ ടു എ പാസീവ് സോംബി ലൈക്ക് എക്സിസ്റ്റൻസ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല, നമ്മൾ ഭാവി എല്ലാം തീരുമാനിച്ചതാണെന്ന് വിചാരിച്ച് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് പാടില്ല. കാരണം ആ ഒരു ചോയ്സ് എടുക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് എൻ്റെ ചോയ്സ് എടുക്കുന്നത് എന്നുള്ള ഒരു ഇല്യൂഷനാണ് നമുക്ക് ജീവിക്കാനുള്ളൊരു പ്രചോദനം. അതില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാം ഭാവിയിൽ നടക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാസീവായിട്ട് ഒരു സോംബി പോലത്തെ ഒരു എക്സിസ്റ്റൻസിലോട്ട് നമ്മൾ മാറുമെന്നാണ് പറയുന്നത്. By turning a philosophical argument into a tangible device, Ted Chiang forces us to confront the uncomfortable idea that our sense of agency might be a comforting story we tell ourselves, and that sometimes the most important thing is to keep telling that story. അപ്പോൾ മിക്കവാറും നമുക്ക് ഈ പറയുന്ന പോലെ പല കാര്യങ്ങളും അപ്രയ സത്യങ്ങളും നമ്മൾ ഈ പറഞ്ഞ പോലെ അക്സെപ്റ്റ് ചെയ്യാതെ, ഈ പറഞ്ഞ പോലെ എല്ലാം ഭാവിയിൽ നടക്കുമെന്ന് വിശ്വസിച്ചിരിക്കാതെ നമ്മൾ നമുക്ക് വേണ്ടി പ്രയത്നിക്കുക തന്നെ വേണ്ടി വരും. ആ ഒരു ചിന്തയിൽ നമ്മൾ നമ്മളെ തന്നെ പറഞ്ഞു പറ്റിക്കുകയാണ്, അങ്ങനെ തന്നെയാണ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ പ്രവർത്തിച്ചാൽ തന്നെ നടക്കുകയുള്ളൂ, എല്ലാം എൻ്റെ ഇഷ്ടത്തിനാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് നമ്മൾ സ്വയം പറഞ്ഞ് പഠിച്ചാൽ മാത്രമേയാണ് നമ്മുടെ ആ ഒരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ആ ഒരു സത്യമാണ് ആ ഒരു ഡിവൈസ് കൊണ്ട്, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കുറേ കൺഫ്യൂസ്ഡ് ആക്കാൻ നിൽക്കണ്ട, ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും പ്രീ ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ അത് ആ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ഡിവൈസ്, ആ ഗാഡ്ജറ്റിനെ അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതേസമയം തന്നെ എല്ലാം ഭാവിയിൽ നടക്കുമെന്ന് വിചാരിച്ച് നമ്മൾ പാസീവായിട്ട് ഇരിക്കാൻ പാടില്ല. അത്തരത്തിലൊന്നുമില്ല. നമ്മൾ അങ്ങനെ നമ്മുടെ ഫ്രീ വില്ല് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയാണ് എന്ന് നമ്മൾ സ്വയം നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തെങ്കിലും മുന്നോട്ട് പോയാൽ മാത്രമേയാണ് നമുക്ക് ആ ഒരു പാസീവായ ലൈഫിൽ നിന്നും ആക്റ്റീവായ ഒരു ലൈഫിലോട്ടുള്ളൊരു മാറ്റം, അല്ലെങ്കിൽ നല്ലൊരു ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു വാർണിംഗ് കൂടെ അദ്ദേഹം തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ എടുത്താൽ മതി. ഒത്തിരി വായിച്ച് ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട, ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് എടുത്താൽ മതി കേട്ടോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്